ഹായ്, എത്ര കൗതുകം നിറഞ്ഞൊരു ചിത്രമാണിത്. 2003 ഡൽഹിയിലെ ഒരു തദ്ദേശീയ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സമ്മാനദാന ചടങ്ങിന്റെ ചിത്രമാണിത്. അവിടെ അന്ന് വിശിഷ്ടാതിഥിയായി എത്തിയത് അന്ന് ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച പേസ് ബോളർമാരിൽ ഒരാളായിരുന്ന ആശിഷ് നെഹ്റയായിരുന്നു. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ക്രിക്കറ്റ് മത്സരമായിരുന്നു അത്. ഈ ട്രോഫി ഏറ്റുവാങ്ങുന്നത് വിരാട് കോഹ്ലി എന്നു പേരുള്ള ഒരു കൊച്ചു പയ്യൻ. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ ഈ വിരാട് കോഹ്ലി ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി മാറി. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായി വിരാട് കോഹ്ലി മാറി. 2017 ആശിഷ് നെഹ്റ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത്. തൻ്റെ അവസാന മത്സരം ന്യൂസിലാൻഡുമായി മത്സരിക്കുമ്പോൾ ഈ വിരാട് കോഹ്ലി ആയിരുന്നു അന്ന് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. 2003 ഇങ്ങനെ ഒരു ട്രോഫി അദ്ദേഹം സമ്മാനിക്കുന്ന സമയത്ത് ഈ കൊച്ചു പയ്യൻ നാളെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി മാറുമെന്നോ, എൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അവസാന മത്സരത്തിൽ ഞാൻ കളിക്കുന്ന ആ ടീമിൻ്റെ ക്യാപ്റ്റൻ ഈ കൊച്ചു പയ്യനായി മാറുമെന്നോ ആശിഷ് നെഹ്റ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, വില കുറച്ച് കാണരുത്. ചിലപ്പോൾ പ്രായം കൊണ്ടോ അനുഭവം കൊണ്ടോ പ്രവർത്തന മേഖല കൊണ്ടോ ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ള ചിലരെങ്കിലും നമ്മളെക്കാൾ താഴെയായിരിക്കാം. പക്ഷെ അത് എല്ലാ കാലത്തും അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് പരസ്പര ബഹുമാനത്തോടു കൂടി പിന്തുണയോടുകൂടി എല്ലാവർക്കും വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ എല്ലാവർക്കും ഏറ്റവും മികച്ച വിജയകരമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എന്നെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.